ഹായ്, നമുക്ക് വരാനിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ് നമ്മുടെ SSCയുടെ CGL എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാം നടക്കാൻ സാധ്യതയുള്ളത് ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ടൈം പറയുകയാണെങ്കിൽ നമുക്ക് മോസ്റ്റ്ലി ഒരു 2.5 തൊട്ട് 3 മാസത്തിന്റെ അകത്താണ് ഈ എക്സാം നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മുടെ SSCയുടെ പുതിയ കലണ്ടർ, നേരത്തെ വന്നിരുന്ന കലണ്ടർ ക്യാൻസൽ ആയി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ പുതിയ കലണ്ടർ വരണം. ആ ഒരു പുതിയ കലണ്ടറിൽ ആ ഒരു നടക്കാൻ പോകുന്ന SSCയുടെ എക്സാംസിന്റെ ഡേറ്റ്സ് വരും. അപ്പോൾ ആ ഒരു കലണ്ടർ വന്നതിന് ശേഷം മിക്കവാറും നമുക്കൊരു 2 to 1 മന്തിന്റെ അകത്ത് SSCയുടെ CGLന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പിന്നെയും നമുക്ക് രജിസ്ട്രേഷൻ ഏകദേശം 1 മാസത്തോളം സമയം കിട്ടുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ആയിരിക്കും നമുക്ക് എക്സാംസ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ കലണ്ടർ വരണം. കലണ്ടർ വന്നതിന് ശേഷം 1 മാസത്തിനകത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അവിടെ ഏകദേശം കലണ്ടർ വരാനും നോട്ടിഫിക്കേഷൻ വരാൻ കൂടി ചേർത്ത് നമുക്ക് ഏറ്റവും മിനിമം നോക്കിയാലും ഒരു 1 മന്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കലണ്ടർ വന്നു കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നാലും നമുക്കറിയാം രജിസ്ട്രേഷൻ ഏകദേശം 30 ഡേയ്സ് കാണും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെയും 1 മാസം കൂടി നമുക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ 2 മാസം അതിനുശേഷമായിരിക്കും നമുക്ക് എക്സാംസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം ഉടനെ എക്സാം നടക്കത്തില്ല. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എക്സാം നടക്കത്തുള്ളൂ. അപ്പോൾ ഏറ്റവും മിനിമം ഒരു 15 ഡേയ്സ് പിടിച്ചാൽ പോലും നമുക്ക് ഏകദേശം 2.5 മാസം, ഒരു 75 ഡേയ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് മാക്സിമം 1 മാസത്തോളം, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 3 മാസം, അതായിരിക്കും ഇനി മാക്സിമം വരാൻ സാധ്യതയുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ടൈമിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മളിപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇനി ഒരു CGL എക്സാമിന് വേണ്ടി നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം, ഈ ഒരു സെഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഓൾറെഡി എക്സാമിന് വേണ്ടി, ഈ ഒരു SSC CGL 2025 വേണ്ടിയും SSCയുടെ ബാക്കിയുള്ള എക്സാംസിന് വേണ്ടി ആയാൽ പോലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സെഷനാണ്. അപ്പൊ ഇപ്പം റീസെന്റ് പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ, ലൈക്ക് ഒരു ലാസ്റ്റ് ഒരു 1 or 2 മന്ത്സിന്റെ ഇടയ്ക്ക് വെച്ച് പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അങ്ങനെ ഒരു ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഇൻ എ ലോങ് ടേം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടാൻ ഡെഫിനറ്റ്ലി ഈ സെഷൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ മെയിൻലി ഈ ഒരു സെഷൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഒരു മോർ ദാൻ 3 മന്ത്സ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ഒരു എക്സാം എഴുതാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് ഇരിക്കുന്നവരോ, അല്ലെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ്, സിലബസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു, അത്യാവശ്യം അവന്റെ പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സെഷനാണ് ഇത് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. ഇനി ഈ ഒരു സെഷനിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സെഷനിൽ ഇപ്പം ഞാൻ പറയാനുള്ള, യൂഷ്വലി നമ്മൾ എപ്പോഴും കേൾക്കുന്ന SSC CGLന്റെ പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റഡി പ്ലാൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷനിലും അതേ സെയിം നമ്മുടെ എക്സാമിന്റെ പാറ്റേണും അതുപോലെ തന്നെ എക്സാമിന്റെ സിലബസും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചല്ല എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ ഒരു സെഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ചെയ്യുക എന്നുള്ളത്, നിങ്ങളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ക്ലിയർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് വേണ്ടിയത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ആ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കൈൻഡ് ഓഫ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പൊ ഈ ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളോട് തന്നെ ഇന്ററാക്ട് ചെയ്യുവാണ്, ഞാൻ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുകയല്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു പെൻ ആൻഡ് പേപ്പർ കൂടി എടുക്കുക. അതിൽ നിങ്ങൾ തന്നെ ഞാൻ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നിങ്ങൾ എഴുതി പോവുക. ആൻഡ് ആ ഒരു ആൻസേഴ്സ് അനലൈസ് ചെയ്യുക അവസാനം ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേന്ന്. ഓക്കെ, ആൻഡ് അതിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യണം ഇനിയുള്ള ദിവസങ്ങളിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിനുശേഷം ഉടനെ തന്നെ, ഓക്കെ, ഇനി പിന്നെ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കഴിഞ്ഞ് പ്ലാൻ ചെയ്യാമെന്നല്ല, ഉടനെ തന്നെ അടുത്തൊരു 15-20 മിനിറ്റിൻ്റെ അകത്ത് അതുകൂടി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അതേപോലെ, ഓക്കെ, വലിയ മാറ്റങ്ങളൊന്നും ചെയ്യാതെ തന്നെ അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഇപ്പം റീസെന്റ് പഠിച്ചു തുടങ്ങിയവരാണെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. നിങ്ങളും ഇൻ എ ലോങ് ടേം ഇതാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. ഇപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകുന്നു അതിന്റെ മാക്സിമം സ്പീഡിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കും ചെയ്യാനുണ്ട് മുമ്പിലോട്ട് പോകുമ്പോൾ. സോ അതിനെ എത്രയും പെട്ടെന്ന് ചെയ്യണം, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്ത് തീർക്കണം എന്നുള്ള ആംഗിൾ മൈൻഡിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കുക എന്നുള്ളതാണ് ഇപ്പം ജസ്റ്റ് തുടങ്ങിയവർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ തന്നെ ഒരു ആൻസേഴ്സും ഞാൻ ഡെഫിനറ്റ്ലി പറഞ്ഞു പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നുള്ള ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ആൻസേഴ്സ് എങ്ങനെയാണ് വേണ്ടിയെന്നുള്ളത് കൂടി ഞാൻ പറയാം. നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ തന്നെ നിങ്ങളോട് ആൻസർ പറയുമ്പോൾ തന്നെ അതിന്റെ ആൻസേഴ്സ് ഒക്കെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു യെസ്, നോ, അല്ലെങ്കിൽ അതിന്റെ എക്സാക്ട് നമ്പേഴ്സ്, അങ്ങനെ ഒരു ആൻസേഴ്സ് ആണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരേണ്ടത്. അല്ലാതെ ഒരിക്കലും യെസ് പക്ഷേ എന്നൊരു, അല്ലെങ്കിൽ ഒരു ബട്ട് എന്നൊരു ആംഗിൾ വരാൻ പാടില്ല. ഓക്കെ, യെസ് എന്ന് പറഞ്ഞാൽ അത് എസ് ആയിരിക്കണം, ആൻഡ് കംപ്ലീറ്റ് എസ് ആയിരിക്കണം, അത് 100% എസ് ആയിരിക്കണം. നോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നോ ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ബിക്കോസോ ബട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരാൻ പാടില്ല. നിങ്ങളോട് തന്നെ അത് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ
നമ്മുടെ ഈ SSC CGL പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് അവിടെ ഒരുപാട് സ്റ്റേജസ് വരുന്നുണ്ട്. അതിന്റെ SSC എക്സാംസ് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും Tier 1 ക്ലിയർ ചെയ്യുക മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം SSC CGL എക്സാം ക്ലിയർ ചെയ്യണം എന്ന് പറയുമ്പോൾ Tier 1 Tier 2 രണ്ടിന്റെയും ഫോക്കസ് വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ആൻഡ് ഈ പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷാസ ഇന്ററാക്ഷൻ എന്നൊരു ആംഗിളിൽ നമുക്ക് അതിനെ കൊണ്ടുപോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളോട് തന്നെ ആൻസർ ചെയ്യുന്നു എന്നൊരു ആംഗിളിൽ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. Have you completed the entire syllabus for SSC CGL 2025 Tier 1? അപ്പോൾ ആദ്യത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് ഒരു ആൻസർ വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ആ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾക്കറിയാം ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ കാര്യം എന്താണ്, നമ്മൾ അതിന് വേണ്ടിയുള്ള സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ സിലബസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും 100% സിലബസ് കവർ ചെയ്തു എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു. നിങ്ങൾ 100% സിലബസ് കവർ ചെയ്യേണ്ട. ബിക്കോസ് നിങ്ങൾക്കറിയാം 100% സിലബസ് ഒക്കെ കവർ ചെയ്ത് ഒരു എക്സാം എഴുതാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടേയിരിക്കും, അത്രയും മാത്രം പഠിക്കാനുണ്ട്. അതേപോലത്തെ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് ഈ എക്സാമിൽ ഇൻക്ലൂഡ് ആണ്, നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സിലബസ് കവർ ചെയ്തോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നമ്മൾ ഓൾറെഡി അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ആ സിലബസും ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൽ കാര്യമില്ല. നിങ്ങൾക്ക് അതെല്ലാം തന്നെ ചാനലിൽ തന്നെ സെർച്ച് ചെയ്താൽ തന്നെ ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ അതല്ലാതെ തന്നെ നിങ്ങൾക്കറിയാം എന്തൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെയാണ് സിലബസ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരിക്കലും 100% കവർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സിലബസ് അത്യാവശ്യം കവർ ചെയ്തു, അറ്റ്ലീസ്റ്റ് ഒരു 80 to 90% എന്നൊരു ഉറപ്പിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. അങ്ങനെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ കവർ ചെയ്താൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനെ ഇപ്പം തന്നെ ലിസ്റ്റ് ചെയ്യുക. ലൈക്ക് നിങ്ങളുടെ ആൻസർ യെസ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. നിങ്ങളുടെ ആൻസർ നോ ആണെങ്കിൽ ഏതൊക്കെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ് ഇനി കവർ ചെയ്യാനുള്ളത് മാത്രം എഴുതുക. ഒരിക്കലും ഞാൻ ഒരു GK സബ്ജക്റ്റിന്റെ ഇത്രയും ഏരിയ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു വളരെ ഡീപ്പായിട്ട് പോയിട്ടില്ല എന്നൊരു ആംഗിൾ ഒന്നും കീപ്പ് ചെയ്യേണ്ട. അത്യാവശ്യം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് നേരത്തെ പറഞ്ഞാൽ ഒരിക്കലും 100% എന്നൊരു ആംഗിൾ നമുക്ക് എത്തിക്കാൻ ഒരിക്കലും പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും 100% ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മേജർ ഏരിയാസ് എല്ലാം തന്നെ തീർത്തിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ അതിനൊരു ഐഡിയ നിങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആൻഡ് കവർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് കവർ ചെയ്യുക. ആൻഡ് ഇനി കവർ ചെയ്യാൻ ബാക്കിയുള്ളവർ ഏതൊക്കെയാണ് കവർ ചെയ്യാനുള്ളതെന്ന് എക്സാക്ട്ലി അതിൻ്റെ ഒരു ലിസ്റ്റ് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുക. വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഉടനെ വരുന്ന ദിവസങ്ങളിൽ അതാണ് കവർ ചെയ്യേണ്ടത്, അത് എത്രയും പെട്ടെന്ന് കവർ ചെയ്ത് തീർക്കുക. ആൻഡ് ഓൾറെഡി ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുകയോ മാർക്ക് ചെയ്യുകയോ ചെയ്യുക. ഇനി കവർ ചെയ്യാനുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞവരൊക്കെ വളരെ കുറച്ച് ലിസ്റ്റ് ടോപ്പിക്സേ കാണത്തുള്ളൂ ഇനി കവർ ചെയ്യാൻ. ആ ഒരു ഏരിയാസ് മാത്രം നോട്ട് ചെയ്യുക. പക്ഷെ ഒരുപാട് ഡീപ്പ് ലെവലിലേക്ക് പോകണ്ട. ജസ്റ്റ് ആ ഒരു ഏരിയാസ് മാത്രം. ഇപ്പോൾ ഒരു ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്ററിന്റെ മേജർ ഏരിയാസ് അങ്ങനെ ഒരു ആംഗിൾ മാത്രം കീപ്പ് ചെയ്താൽ മതി. ഇനി ഇത് ഓക്കെ ആയിട്ടുള്ളവർക്ക് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓൾറെഡി സിലബസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ ആർ യു കൺസിസ്റ്റന്റ് ഏബിൾ ടു സ്കോർ 20+ ഔട്ട് ഓഫ് 25 ഇൻ ഈച്ച് ഇൻഡിവിജ്വൽ സെക്ഷൻ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഓരോ സെക്ഷനിലും നിങ്ങൾക്കറിയാം നമ്മുടെ SSC എക്സാം എന്ന് പറയുമ്പോൾ SSC CGL എക്സാം എന്ന് പറയുമ്പോൾ 4 മേജർ ഏരിയാസ് വരുന്നത് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. ഈ 4 ഏരിയാസിൽ ഞാൻ ജനറൽ അവയർനെസ് എന്നുള്ള ഏരിയ വേണ്ട, നമുക്ക് മാറ്റി വെക്കാം. പക്ഷെ നിങ്ങൾ കോൺസെപ്റ്റ്, റീസണിങ്, ഇംഗ്ലീഷ് ഈ ഒരു 3 ഏരിയാസിൽ നിങ്ങൾക്കറിയാം 25 ക്വസ്റ്റ്യൻ വെച്ചാണ് വരുന്നത്. അപ്പോൾ ആ 25 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 20+ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് 20+ കിട്ടുന്നുണ്ടോ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടിയെന്നല്ല ഉദ്ദേശിക്കുന്നത്, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒരു വട്ടമൊക്കെ 99, 89 അത് കുഴപ്പമില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടെസ്റ്റുകളും നിങ്ങൾക്ക് 20+ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടാത്ത ഏരിയാസ് ഏതൊക്കെയാണ്, ആ ഏരിയാസ് ഏതാന്നുള്ളത് ഇപ്പം തന്നെ അവിടെ തന്നെ നിങ്ങൾ എഴുതുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതുക, ഓക്കെ എനിക്ക് മാത്സിൽ ഇതുവരെ അങ്ങനെ കിട്ടുന്നില്ല, റീസണിങ് ഓൾറെഡി കിട്ടുന്നുണ്ട്, ഇംഗ്ലീഷും കുഴപ്പമില്ല എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ അത് അവിടെ തന്നെ എഴുതുക. ഓക്കെ, നമുക്കറിയാം ജനറൽ അവയർനെസ്സിൽ ആ 20+ എന്നൊരു ആംഗിൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നിങ്ങൾ ജനറൽ അവയർനെസ്സിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് 25 ഒരു 15 എന്നൊരു ആംഗിൾ മാത്രം കീപ്പ് ചെയ്താൽ മതി. ബിക്കോസ് ഈവൻ അവിടെ 15 എന്ന് പറയുന്നത് തന്നെ വളരെ നല്ല സ്കോറാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഒരു പോയിന്റ് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ മോക്ക് ടെസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടുന്ന് ഒരു 20+, 20+, ഇവിടുന്ന് ഒരു 15 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടുന്ന് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ഒരു 20 ആംഗിൾ എടുത്താൽ പോലും 160 മാർക്ക് നമുക്ക് ഓൾറെഡി ഫുൾ മോക്ക് ടെസ്റ്റിൽ കിട്ടുന്നുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക ആയിട്ടുണ്ട്, നിങ്ങൾ അത്യാവശ്യം നല്ലപോലെ ട്രെയിൻ ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയ നിങ്ങൾ എക്സാം എഴുതാൻ അത്യാവശ്യം Tier 1 എക്സാംസ് എഴുതാൻ അത്യാവശ്യം നിങ്ങൾ റെഡിയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.
പറ്റും ഏകദേശം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ പറ്റും എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്. ഇതിൽ ഇപ്പോഴും ആ ഒരു പോയിന്റ് റീച്ച് ആവാത്ത ഒരുപാട് പേര് കാണും എനിക്കറിയാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയാ അടുത്തെത്തി പക്ഷേ ഇതൊരു അങ്ങനെ ഒരു കൺസ്റ്റന്റ് പോയിന്റിലേക്ക് റീച്ച് ആയിട്ടില്ല എന്നുള്ളവർ കാണും. അപ്പൊ അവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇനി നമുക്ക് സമയമുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പൊ ആ ഒരു ഏരിയ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, ഇപ്പം തന്നെ ലിസ്റ്റ് ചെയ്യുക, അത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണോ എന്താണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക. ആൻഡ് അവിടെ ആ ഒരു ടോപ്പിക്കിന് കറക്റ്റ് ആയിട്ട് ആ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്തു പോവുക. അതല്ല ഇപ്പം ചെയ്യുന്നത് ശരിയാവുന്നില്ലെങ്കിൽ ഇതിന്റെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ റീച്ച് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു സെക്ഷണൽ മോക്ക് ടെസ്റ്റ് നോക്കിയാൽ 2 സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. ആൻഡ് അത് കറക്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്തു പോകുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസറും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ GK ഒരിക്കലും നിങ്ങൾ 20+ സ്കോർ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. അവിടെ 15 കിട്ടുന്ന തന്നെ വളരെ നല്ല സ്കോർ ആണ്. ഓക്കെ, നമ്മുടെ 15 എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്സിൽ ഒരു ഗുഡ് അറ്റംപ്റ്റ് ആണ്. പക്ഷേ മാത്സിൽ നമ്മളൊരു 25-ൽ 20 അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. നമുക്ക് 22-23 ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കാമല്ലോ. ഒരിക്കലും ജനറൽ അവയർനെസ്സിൽ എനിക്ക് 20 പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അവിടെ 15 കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ വളരെ നല്ല അറ്റംപ്റ്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. 10+ ആയിരിക്കണം. ആൻഡ് 15 എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ല അറ്റംപ്റ്റ് ആണ് അതെന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൂന്നാമത്തെ ഒരു ക്വസ്റ്റിനിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞ സംഭവം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോൺസിൽ നിന്ന് ഒരു 20+, റീസണിംഗ് നിന്ന് 22, 23, ഇംഗ്ലീഷിൽ നിന്ന് ഒരു 21, 22, ആൻഡ് നിങ്ങൾ ഈ പറയുന്ന ജനറൽ അവയർനെസ്സിൽ നിന്ന് ഒരു 15 ഒക്കെ എത്തുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് ഒരു 80+ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കണം. അങ്ങനെ 80+ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ നെഗറ്റീവ് കുറവായിരിക്കണം. നിങ്ങളുടെ 80+ ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ലപോലെ വലിയ നെഗറ്റീവ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ ഇപ്പം തന്നെ എന്തായിരിക്കും, ഓൾമോസ്റ്റ് ഒരു 160 അടുപ്പിച്ചായിരിക്കും. അപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമുക്ക് ഫുൾ CGL എക്സാം 200 മാർക്കിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു 170ലേക്ക് എത്തിക്കുക. ഓക്കെ, ഇപ്പൊ 160 കിട്ടുന്നുണ്ടെങ്കിൽ ആ 170+ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ആർ യു സ്കോറിംഗ് 170+ ഔട്ട് ഓഫ് 200 ഇൻ യുവർ ഫുൾ ലെങ്ത് tier 1 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നുണ്ടോ? ആൻസർ യെസ് ആണെങ്കിൽ വളരെ നല്ല കാര്യം. അതിനെ അതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക. ഒരു ദിവസം ബ്രേക്ക് പോലും വരാതെ അത് കണ്ടിന്യൂ ചെയ്തു പോവാം. അതല്ല ഇപ്പൊ എത്തുന്നില്ല, നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരു 150ൽ നിൽക്കുക, 160ലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഇപ്പം ചെയ്യുന്നത് അതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ഒരു ചേഞ്ചസും ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഓക്കെ, അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ആ ഒരു ട്രാക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് കീപ്പ് ചെയ്യുക, അത് കീപ്പ് ചെയ്ത് തന്നെ ചെയ്തു പോവുക. ഇനിയും അവിടെ സ്കോർ കൂട്ടാൻ എവിടെയൊക്കെ ഏരിയാസ് ഉണ്ട്, ഇപ്പോൾ 150 നിൽക്കുക അല്ലെങ്കിൽ 160 നിൽക്കുക, ഇനി കുറച്ചുകൂടിയൊക്കെ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം. നെഗറ്റീവ് കുറച്ചാൽ മതിയോ, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ അറ്റംപ്റ്റ് കൂട്ടിയാൽ മതിയോ? അങ്ങനെ കൂട്ടണമെങ്കിൽ എവിടെ കൂട്ടാം, ഏതാണ് എപ്പോഴും മിസ്സാവുന്ന ഏരിയാസ്, അത് ഏതാണെന്ന് ലിസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്കോർ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന പോയിന്റിലേക്ക് റീച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നുള്ളതും എന്താ റീച്ച് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ കൂടെ പറഞ്ഞു പോകുന്നത് നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടി കൂടിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Have you identified your weak areas or difficult chapters? If yes, please mention them. Please mention them. അപ്പം ഇപ്പൊ ഈ ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ലൈക്ക് നിങ്ങൾക്ക് ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏത് ഏരിയ ആണ് എപ്പോഴും വിട്ടുപോകുന്നത്. ഞാൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എപ്പോഴും വിട്ടുപോകുന്ന ഏരിയ നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് മൈൻഡിൽ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ അതിപ്പോൾ മാത്സ് മാത്രമല്ല, റീസണിംഗ് ആയാലും ശരി, ഇംഗ്ലീഷ് ആയാലും ശരി, ഇപ്പം ജനറൽ അവയർനെസ് എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഹിസ്റ്ററി വിട്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് എക്കണോമിക്സ് വിട്ടുപോകുന്നുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ആ ഒരു വിട്ടുപോകുന്ന ടോപ്പിക് ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലുള്ളത് അത് ഇപ്പം തന്നെ ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം തന്നെ അത് മെൻഷൻ ചെയ്യുക, ഇപ്പം തന്നെ അത് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഏരിയാസ് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഒരുപാട് നേരം പഠിച്ച സമയം കളയുന്നതിന് പകരം ഓൾറെഡി നിങ്ങൾ സിലബസ് ഒക്കെ കവർഡ് ആണ്, അത്യാവശ്യം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്കോർ ഒക്കെ ഇപ്പം ഫുൾ മോക്ക് ടെസ്റ്റിൽ ഓൾമോസ്റ്റ് ഒരു 140, 150 ആണ്. ഓൾറെഡി സെക്ഷണൽ മോക്ക് ടെസ്റ്റിലൊക്കെ നിങ്ങളുടെ സ്കോർ ഒക്കെ 20 അടുപ്പിച്ച് തന്നെ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ഇനി പഠിച്ച സമയം കളയുന്നതിന് പകരം വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യാൻ നോക്കുക. ലൈക്ക് 4-5 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ഇനി പഠിക്കുന്നതിന് പകരം എവിടെയാണ് ഈ എപ്പോഴും മിസ്സാവുന്നത്, ആ മിസ്സാവുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളും ഫുൾ നല്ലപോലെ സമയം എടുത്ത് റിവ്യൂ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകാൻ നോക്കുക. ആൻഡ് നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾ കുറച്ച് ടോപ്പിക് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു സോൾവ് ദി പ്രീവിയസ് 3-year SSC CGL ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2022 to 2024 കംപ്ലീറ്റ്ലി? നിങ്ങൾ കഴിഞ്ഞ 3 വർഷത്തെ നിങ്ങൾക്കറിയാം 2022 to 2024 അല്ലെങ്കിൽ 3 years എടുത്തു പറയാൻ കാരണം നമ്മുടെ എക്സാമിന്റെ പാറ്റേണൊക്കെ കുറച്ചൊരു വ്യത്യാസം വന്നത്. Tier 1 വലിയ വ്യത്യാസമൊന്നും വന്നില്ല. CGL-ലും CSS-ലും ബാക്കി എക്സാമിനൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. Tier 2-ൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇപ്പൊ ഇതെല്ലാം മാറിയത് 2022-ലാണ്. അപ്പൊ ഈ 2022 തൊട്ട് 2024 വരെ ലാസ്റ്റ് 3 years ഈ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അത് നിങ്ങൾ ബുക്കിൽ നിന്നായാലും ശരി,
നിങ്ങൾ പഠിച്ച സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്ത സമയത്തായാലും ശരി, അതല്ല നിങ്ങൾ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രീവിയസ് ഇയർ ഫുൾ മോക്ക് ടെസ്റ്റിന്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റൻസ് അവിടെ കാണും, അല്ലെങ്കിൽ ആ ടെസ്റ്റുകൾ തന്നെ അവിടെ കാണും. അപ്പോൾ അത് ചെയ്ത് നോക്കിയാലും ശരി. പക്ഷെ എങ്ങനെയായാലും നിങ്ങൾ ആ ലാസ്റ്റ് 3 years ക്വസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടോ? അവിടെ നിന്ന് ഇപ്പം ഞാൻ നിങ്ങളോട് പെട്ടെന്ന് ചോദിക്കുക, കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ടൈം മെഡിസിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ഏത് ടൈപ്പ് ക്വസ്റ്റനാണ്, ഏത് കൺസെപ്റ്റിലെ ക്വസ്റ്റനാണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റുമോ? ഓക്കെ, ഈ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, നിങ്ങൾ അത് കവർ ചെയ്തിട്ടുണ്ട്, ആൻഡ് നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഇതുവരെ കവർ ചെയ്തിട്ടില്ലെങ്കിൽ അത് കവർ ചെയ്യുക. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നവർ ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഹൗ മെനി full length mock have you attempted so far and are you tracking your progress? അപ്പൊ നിങ്ങൾ ഇതുവരെ എത്ര ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു? അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ എക്സാം മുമ്പ് 100 എണ്ണം കവർ ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ 200 എണ്ണം കവർ ചെയ്തിട്ട് പോകണം എന്നൊരു ആംഗിളിലല്ല അത് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്ര മോക്ക് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന സ്കോർ അതിലേക്ക് റീച്ച് ആയോ, ആ ടാർഗറ്റ് സ്കോർ. ഇപ്പൊ നിങ്ങളുടെ 170 ആണ് നിങ്ങളുടെ ടാർഗറ്റ് സ്കോർ എങ്കിൽ ആ പോയിന്റിലേക്ക് റീച്ച് ആയോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചിലവർക്ക് ചിലപ്പോൾ 50 മോക്ക് ചെയ്യുമ്പോൾ റീച്ച് ആവും, ചിലവർക്ക് 100 ആയിരിക്കും, ചിലവർക്ക് 200 ആയിരിക്കും, ചിലവർക്ക് 300-400 ആയിരിക്കും. പക്ഷെ അത് എത്ര ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് 300-400 ആണെങ്കിൽ അത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഒരു ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്യണം. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തു പോകുമ്പോഴായിരിക്കും നിങ്ങൾ ഈ 300-400 മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആവാൻ പോകുന്നത്. അതല്ല, ഓൾറെഡി നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അത്രയും മോക്ക് ടെസ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ എങ്ങനെയാണോ നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അല്ലാതെ ഒരിക്കലും നമുക്കൊരു നമ്പർ ഇല്ലാതെ ഒരു എക്സാമിന് മുമ്പ് ഞാൻ ഇത്രയും ഒക്കെ തീർത്തിട്ട് പോകണം, അങ്ങനെ ഒരു നമ്പർ ഒന്നും ഇല്ല. നിങ്ങൾ ആ പോയിന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് റീച്ച് ആയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ടാർഗറ്റ് ലൈക്ക് നിങ്ങൾ ആ വരുന്ന പ്രോഗ്രസ്, നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രോഗ്രസ് നോട്ട് ചെയ്യുന്നുണ്ടോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് ആരും ചെയ്യാത്ത ഒരു കാര്യമാണത്, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആദ്യം മോക്ക് ചെയ്തപ്പോൾ എത്ര മാർക്ക് കിട്ടി, നിങ്ങൾ ഇന്ന് മോക്ക് ചെയ്യുമ്പോൾ എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, ഇനി എത്ര മാർക്ക് കൂടി കിട്ടിയാൽ നിങ്ങൾ പറയുന്ന ടാർഗറ്റ് ഗോളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും, ഏതാണ് നിങ്ങളുടെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏരിയ, ഏത് സെഷനിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത്, ഏത് സെഷനാണ് നിങ്ങൾ ഏറ്റവും കുറവ് നെഗറ്റീവ് വരുന്നത്, എല്ലാ പോസിറ്റീവും നെഗറ്റീവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റിന്റെ ഒക്കെ ആൻസർ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഗ്രസ് നല്ലപോലെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ മീനിങ്. പക്ഷെ അതില്ല, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങൾ അതൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് മോക്ക് ചെയ്യുന്നു, നെഗറ്റീവ് ഒന്ന് നോക്കി പോകുന്നു എന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾ അവിടെ ആ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നില്ല. ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആ കുറച്ചൊരു ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ, ലൈക്ക് എപ്പോഴും വീക്ക് ആയിട്ടുള്ള ഏരിയസ് ഏതൊക്കെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, ആ വീക്ക് ആയിട്ടുള്ള ഏരിയസ് ഫോക്കസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ഏരിയസ് അറിയണമെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ട്രാക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്തു പോകാം. ഇനി തൊട്ട് എത്ര ശരിയായി എത്ര തെറ്റി, എവിടെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത്, എപ്പോഴും ഒരു ടോപ്പിക് തന്നെയാണോ നെഗറ്റീവ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിപ്പോവാം. ഇനി നമുക്ക് അല്ലാത്ത കുറച്ച് ക്വസ്റ്റൻസിലേക്ക് പോവുകയാണെങ്കിൽ, ആർ യു റെഗുലർലി അനലൈസിങ് യുവർ മോക്ക് ടെസ്റ്റ് ടു വർക്ക് ഓൺ മിസ്റ്റേക്ക് ആൻഡ് വീക്ക് ടോപ്പിക്സ്? അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ നല്ലപോലെ അനലൈസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് ആ വീക്ക് ടോപ്പിക്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, മിസ്റ്റേക്സ് എന്താ എപ്പോഴും വരുന്നത്, കെയർലെസ് മിസ്റ്റേക്ക് ആണോ, എന്ത് മിസ്റ്റേക്സ് ആണ് വരുന്നത്, അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഗുഡ്, അല്ലെങ്കിൽ ഇനി തൊട്ട് അതെന്ത് ചെയ്യുക, അത് നല്ലപോലെ ചെയ്തു പോകുക. അതാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, ആർ യു ഫോളോയിങ് എ ഡെയിലി വീക്ക്ലി റിവിഷൻ പ്ലാൻ ഫോർ കോർ ടോപ്പിക്സ് ലൈക്ക് അരിത്മാറ്റിക്, ഗ്രാമർ, കറന്റ് അഫയേഴ്സ്? അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ഈ പഠിക്കാറുണ്ടെങ്കിലും നമ്മൾ അതിന്റെ റിവിഷൻ എന്നൊരു ആംഗിൾ ഉണ്ട്. അപ്പോൾ പലരും റിവിഷൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ചെറിയൊരു എന്തെങ്കിലും കാണുകൊണ്ട് ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വലിയ മാർക്കിൽ വ്യത്യാസമൊക്കെ വരാറുണ്ട്. അപ്പോൾ റിവിഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാ ഏരിയയുടെ റിവിഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങളുണ്ട് നമ്മൾ തന്നെ പലതവണ നോക്കിക്കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നത്. ചില ഫോർമുലാസ്, നമ്മുടെ ഇപ്പോൾ മാത്സിലേക്ക് വരുമ്പം ക്വാണ്ടിറ്റി അപ്ലൈ വരുന്ന ചില ഫോർമുലാസ്, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാലും നമുക്ക് നിൽക്കത്തുള്ളൂ മൈൻഡിൽ. നമ്മുടെ അഡ്വാൻസ് മാത്സിന്റെ ഫോർമുലാസ്, അരിത്മാറ്റിക്കിന്റെ ഫോർമുലാസ്, പിന്നെ നിങ്ങൾക്കറിയാം ഗ്രാമറിന്റെ ചില റൂൾസുകൾ മേ ബി, അതുപോലെ തന്നെ നമ്മുടെ GK ഫാക്ട്സ്, അതുപോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി റിവിഷൻ പറ്റുവാണെങ്കിൽ ഡെയിലി റിവിഷൻ, അല്ലെങ്കിൽ ചെറിയ ഏരിയസിന്റെ ഡെയിലി റിവിഷനും വീക്ക്ലി റിവിഷൻ. ഓക്കെ, ഡെയിലി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളുടെ വീക്ക്ലി റിവിഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ചെയ്യുന്നില്ലെങ്കിൽ അതിനൊരു ടൈം പ്ലാൻ ചെയ്യുക. ഒരുപാടൊന്നുമല്ല, ഒരു ദിവസം ഡെയിലി റിവിഷന് വേണ്ടിയാണ് നിങ്ങൾ ഒരു അരമണിക്കൂറെല്ലാം പ്ലാൻ ചെയ്യുക. ജസ്റ്റ് പഠിച്ച കാര്യങ്ങളിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടി വീക്ക്ലി റിവിഷന് വേണ്ടി നല്ലൊരു സമയം മാറ്റി വെക്കുക. ലൈക്ക് സാറ്റർഡേസോ സൺഡേസോ മൊത്തമായിട്ട് ഈ ഒരു റിവിഷന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി, ആർ യു ഗിവിംഗ് ഈക്വൽ അറ്റൻഷൻ ടു ഓൾ ദ 4 സെക്ഷൻസ് ഓർ ഫോക്കസിംഗ് ഓൺലി ഓൺ കോൺസ് ആൻഡ് റീസണിംഗ്? ഇപ്പം നിങ്ങൾക്കറിയാം ചിലവരെങ്കിലും ഈ ഒരു എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂഷ്വലി ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്ന ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിന് മാത്രമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷിന് മാത്രം കൊടുക്കും. ചിലർ GK മാത്രമായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പക്ഷേ GK
ജിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ജിക്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരിക്കലും 25 സ്കോർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാത്സ് വേണമെങ്കിൽ 25 സ്കോർ ചെയ്യാൻ പറ്റും, റീസണിംഗിൽ പറ്റും, നമുക്ക് ഇംഗ്ലീഷിൽ ഏറെക്കുറെയൊക്കെ പറ്റും എന്ന് നമുക്ക് പറയാം. പക്ഷേ ജിക്കിൽ ഒരിക്കലും 25 സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈവൻ മാത്സ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെയുള്ള ഹാബിറ്റ് ഉണ്ട് ചിലർക്ക്. അങ്ങനെ ആയിരിക്കില്ല, എല്ലാ ഏരിയനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ആൻഡ് അതിൽ നിങ്ങൾക്ക് നല്ലപോലെ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസിനെ നിങ്ങൾ നല്ലപോലെ ആദ്യം തന്നെ സ്ട്രോങ് ആക്കി എടുക്കണം. ഓക്കെ, ആൻഡ് ജി കെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾ ഒരു സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം നോട്ട്സ് വായിക്കാനും നോട്ട്സ് റിവൈസ് ചെയ്യാനും ഫാക്ട്സ് അപ്ഡേറ്റ് ചെയ്യാനും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ തന്നെ നിങ്ങളൊരു സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. ഡു യു ഹാവ് എ ഫിക്സ്ഡ് ഡെയിലി ഷെഡ്യൂൾ, സ്റ്റഡി ഷെഡ്യൂൾ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഡെയിലി ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഓൾറെഡി നല്ലൊരു പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ, സോ നിങ്ങൾക്ക് ഡെയിലി ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അതല്ല അതില്ലെങ്കിൽ നിങ്ങൾ അത് കുറച്ചുകൂടി ഒന്ന് പ്രോപ്പർ ആക്കി എടുക്കുക, ബിക്കോസ് അത് ആക്കിയിട്ടതിന്റെ സമയമായി. ബിക്കോസ് ഇനി നമുക്ക് 2.5-3 മാസത്തിന്റെ എക്സാം വരും. സോ ഇനി കറക്റ്റായിട്ട് ഒരു ഡെയിലി ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. 24 മണിക്കൂർ പഠിക്കണം അല്ലെങ്കിൽ 12 മണിക്കൂർ പഠിക്കണം എന്നുള്ളതല്ല. നിങ്ങൾ ഒരു 5 മണിക്കൂർ പഠിക്കുന്നുള്ളൂ, ഫൈൻ, കുഴപ്പമില്ല. പക്ഷെ ആ 5 മണിക്കൂർ കറക്റ്റായിട്ട് ചെയ്ത് പോകുന്നുണ്ടോ, അത് ഏത് സമയത്താണ് നിങ്ങൾ ഈ 5 മണിക്കൂർ അലോട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് വളരെ ഡിഫൈൻഡ് ആയിരിക്കണം. ആൻഡ് അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം. അത് ഏത് ഡേ ആണെങ്കിലും, അത് മൺഡേ ആയാലും ശരി സൺഡേ ആയാലും ശരി, സെയിം രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. അങ്ങനെ ആണെങ്കിൽ ഓക്കെ, ഗുഡ്. അല്ലെങ്കിൽ നിങ്ങൾ അത് ശരിയാക്കി എടുക്കുക. അടുത്ത, ആർ യു ഏബിൾ ടു കംപ്ലീറ്റ് ദ മോക്ക് ടെസ്റ്റ് വിത്തിൻ ദി ആക്ച്വൽ എക്സാം ടൈം ലൈൻ. അപ്പൊ നമ്മുടെ ടൈം മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഫുൾ മോക്ക് ടെസ്റ്റ് വിത്തിൻ ദ ടൈം നമ്മൾ ചെയ്ത് തീർക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി ആൾക്കാരുടെയും ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? നോ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ നമുക്കറിയാം അത് ഫുൾ ആ 1 മണിക്കൂറോട് ചെയ്ത് തീർക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. പക്ഷെ എന്നാലും നിങ്ങൾ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടൈം മാനേജ്മെന്റ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫുൾ കവർ ചെയ്യുന്നുണ്ടോ എന്ന് പോലും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാം, എക്സാക്ട്ലി ചോദിക്കാം, നിങ്ങൾ നമ്മുടെ ജനറൽ അവയർനെസിന്റെ ഏരിയയ്ക്ക് വേണ്ടി 5 മിനിറ്റ് അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ അത് അങ്ങനെ തന്നെയാണോ അലോട്ട് ചെയ്യുന്നത്? അതുപോലെ നിങ്ങളുടെ റീസണിംഗിന്റെ ഏരിയ നിങ്ങൾ അതിനു വേണ്ടി ഒരു കറക്റ്റ് 15 മിനിറ്റ് ആണ് അലോട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ഏരിയയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു 10 തൊട്ട് 12 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ അത് ഫിക്സ് ചെയ്യുക 12 മിനിറ്റ് എന്നുള്ള രീതിയിൽ അതാണോ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യൂയുടെ ഏരിയ, എനിക്കറിയാം എത്ര സമയം കിട്ടിക്കഴിഞ്ഞാലും ആ 1 മണിക്കൂർ മൊത്തം കിട്ടിയാലും ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു ഏരിയ, ഫീലുള്ള ഒരു ഏരിയ ആണ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. 20 മിനിറ്റ് അങ്ങനെ ഒരു ടൈം നിങ്ങൾക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് കഴിഞ്ഞ് പിന്നെ എക്സ്ട്രാ ഒരു 5 to 6 മിനിറ്റ്സ് വരും. അത് ഒരിക്കലും ആർക്കും കിട്ടാറില്ല. പക്ഷെ എന്നാൽ പോലും ആ 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് നിങ്ങൾ ബാക്കിയുള്ള മാർക്ക് ഫോർ റിവ്യൂയും എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ളതോ പിന്നെ നോക്കാം എന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ തൽക്കാലം ശ്രദ്ധിച്ചാൽ മതി. ഫുൾ മോക്ക് ടെസ്റ്റിൽ ഈ ചോദിക്കുന്ന പോലെ എല്ലാം തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്കറിയാം, അതിന്റെ ആൻസർ മിക്കവാറും കേസുകളിൽ നോ ആയിരിക്കും. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ റിസൾട്ട് കൂടിയാണ് അതെന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ സ്ട്രോങ്ങസ്റ്റ് സെഷൻ ആൻഡ് വാട്ട് സ്ട്രാറ്റജി ആർ യു യൂസിങ് ടു മെയിൻറ്റെയിൻ ദാറ്റ് സ്ട്രെങ്ത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ്സ് മാത്രമല്ല ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഫോക്കസ് ചെയ്യണം. നമ്മുടെ ഏറ്റവും സ്ട്രോങ് ഏരിയ ഏതാണ്? ഞാൻ ഇപ്പം നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ആൻസർ വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ആ ഒരു ഏരിയ ആ ലെവലിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, ഉറപ്പായിട്ട് നിങ്ങൾ ഒരുപാട് സമയം കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് ബുക്സ് നോക്കിയിട്ടുണ്ടായിരിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താണ് നിങ്ങൾ ചെയ്തത്? ആ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ള ടോപ്പിക്സിനും അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി ആണെങ്കിൽ അങ്ങനെ, അതല്ല അതിന് കുറച്ചുകൂടി ചേഞ്ച് ചെയ്തിട്ടുള്ള ഡിഫറൻറ്റ് സ്ട്രാറ്റജി വേണമെങ്കിൽ അങ്ങനെ. പക്ഷെ അത് പ്ലാൻ ചെയ്തിട്ട് അതേ സ്ട്രാറ്റജി നിങ്ങൾ നേരത്തെ ഒരു ഏരിയ സ്ട്രോങ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ട്രോങ് ആക്കിയ ഏരിയ അവിടെ യൂസ് ചെയ്ത ഐഡിയാസ് തന്നെ എവിടെ യൂസ് ചെയ്യുക, ഇനി സ്ട്രോങ് ആക്കാനുള്ള ഏരിയാസിലേക്ക് യൂസ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോൾ മെയിൻലി Tier 1 ഉദ്ദേശിച്ചാണ് നമ്മൾ ചോദിച്ചത്. ഇനി ബാക്കിയുള്ള ഒരു Tier 2 ആംഗിളിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, Tier 1 ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ CGL ക്ലിയർ ആവത്തില്ല. Tier 1 Tier 2 ക്ലിയർ ചെയ്താലേ CGL ക്ലിയർ ആകത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റൻ ആണ്. ഹാവ് യു സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് അഡ്വാൻസ് കോൺസ് ആൻഡ് ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് ഫോർ Tier 2? നിങ്ങൾ Tier 1 കൂടെ തന്നെ കൊണ്ടുപോകേണ്ട കുറച്ചൊരു കാര്യങ്ങളാണ് Tier 2 കുറച്ച് പ്രാക്ടീസ്, എസ്പെഷ്യലി ഇംഗ്ലീഷും ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിന്റെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ്. ഒരിക്കലും അഡ്വാൻസ് മാത്സ് അല്ല ഉദ്ദേശിക്കുന്നത്, അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ അത് കുറച്ചെങ്കിലും ഇപ്പോഴെങ്കിലും ചെയ്തു വെക്കുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ സീജലിന്റെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ Tier 1 ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? Tier 2 കുറച്ച് ഏരിയാസ് എങ്കിലും നിങ്ങൾ കവർ ചെയ്ത് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ട്രൈ ചെയ്ത് നോക്കുക. ഇതോടെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ട്രൈ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാം Tier 1 കഴിഞ്ഞ് Tier 2 ഇടയ്ക്കുള്ള ആ സമയം അത് നമുക്ക് ചിലപ്പോൾ തികയാതെ വരും അത് തീർക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇത്രയും എഫേർട്ട് Tier 1 ഇട്ടിട്ട് Tier 1 ക്ലിയർ ചെയ്ത് Tier 2 മിസ് ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു നെഗറ്റീവ് ആയിരിക്കും. അടുത്ത വർഷമേ നമുക്ക് വീണ്ടും അത് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ആൻഡ് അടുത്ത, ഹൗ മച്ച് ഓഫ് യുവർ Tier 2 പ്രിപ്പറേഷൻ ഈസ് കംപ്ലീറ്റ്? ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ഐഡിയക്ക് വേണ്ടി വെച്ചാൽ, നിങ്ങൾക്കൊരു ഐഡിയക്ക് വേണ്ടി നിങ്ങൾ Tier 1 Tier 2 ഈ Tier 1 Tier 2 Tier 2 പ്രിപ്പറേഷൻ, ഓക്കെ, Tier 1 അല്ല, Tier 2 പ്രിപ്പറേഷൻ നിങ്ങൾ ഏകദേശം എത്ര പെർസെന്റേജ് ചെയ്ത് കഴിഞ്ഞു? 0 to 25% ആണോ നിങ്ങൾ നിൽക്കുന്നത്? 25 to 50 ആണോ? 50 to 75 ആണോ? 75 to 100 ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾ
ഓൾറെഡി ഒരു 50% കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഓക്കെ, വളരെ വളരെ നല്ല കാര്യം. നിങ്ങൾ ഇനി ബാക്കി നോട്ടിഫിക്കേഷൻ വരുന്ന വരെ നിങ്ങൾ കുറച്ചുകൂടി കവർ ചെയ്യാൻ നോക്കുക. ആൻഡ് വൺസ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ Tier 1 കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് ആ ഒരു ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും അതിന്റെ റിവിഷൻ മാത്രം ചെയ്യുക. പഠിക്കാൻ വേണ്ടി ഇരിക്കേണ്ട, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. Tier 1 കഴിഞ്ഞതിന് ശേഷം ദ വെരി സെയിം ഡേ അന്ന് ഈവനിങ് തൊട്ട് തന്നെ എന്ത് ചെയ്യുക, Tier 2 പ്രിപ്പറേഷൻ നല്ലപോലെ കൊണ്ടുപോകാൻ നോക്കുക. ഓക്കെ, പക്ഷേ ഈ ഒരു 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേര് വിട്ടു പോകുന്ന ഒരു കാര്യം കൂടിയാണ്. Tier 1 മാത്രം ഫോക്കസ് ചെയ്യും, Tier 2 ഫോക്കസ് ചെയ്യത്തില്ല. ആൻഡ് ലാസ്റ്റ് ഫൈനലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഹൗ കോൺഫിഡന്റ് ആർ യു അബൌട്ട് ക്രാക്കിംഗ് Tier 1 ഇൻ യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ്? ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളത് വിട്ടേക്ക്, ഒരുപാട് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും. ഓക്കെ ഫൈൻ, അല്ലെങ്കിൽ പോലും നിങ്ങൾ എത്ര കോൺഫിഡന്റ് ആണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ ഇതുവരെ ഉള്ള ക്വസ്റ്റിന്റെ ആൻസേഴ്സ്, ഇപ്പൊ നമ്മൾ കണ്ട 14 ക്വസ്റ്റിന്റെ നിങ്ങളുടെ ഇപ്പൊ എഴുതിയിട്ടുള്ള ഒരു ആൻസർ ആണ് യെസ്, നോ ഓർ വാട്ട് എവർ. ആ ഒരു ആൻസേഴ്സ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എഴുതാൻ നിങ്ങളെ, അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസിലും നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ എന്തായിരിക്കും, സംവാട്ട് കോൺഫിഡന്റ് ഓർ വെരി കോൺഫിഡന്റ് ആയിരിക്കും, ക്ലിയർ ചെയ്യും എന്ന് ഉറപ്പായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഓർ ഇതിലെ പല കാര്യങ്ങളും നോയും മിസ്സിങ്ങും കൺഫ്യൂസ്ഡും ആണെങ്കിൽ നിങ്ങൾ നോട്ട് ഷ്യൂറോ നീഡ് മോർ ടൈമിലോ, ലൈക്ക് ഇപ്പം തുടങ്ങിയതേ ഉള്ളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നീഡ് മോർ ടൈം, അതിലൊരു ഡൗട്ടും ഇല്ല. അത് വളരെ നല്ല കാര്യമാണ്, നമുക്ക് സമയം എടുക്കും ഇനിയും കുറച്ചുകൂടി ഇപ്പം തുടങ്ങിയവരാണെങ്കിൽ. പക്ഷെ അതർവൈസ് നിങ്ങൾ എന്തിലായിരിക്കും, നോട്ട് ഷ്യൂർ ആയിരിക്കും. നോട്ട് ഷ്യൂർ നല്ലതല്ല, നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങൾ ഷ്യൂർ ആയിരിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം കോൺഫിഡന്റ് ആയിരിക്കണം, ക്ലിയർ ചെയ്യാൻ പറ്റും. ആ കോൺഫിഡൻസിൽ തന്നെ ആയിരിക്കണം മുമ്പോട്ട് പോകേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇത്രയും കാര്യം നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഇനി നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി ഇപ്പം നിങ്ങൾ ഈ ഒരു SSC CGLന്റെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി, നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി. ആൻഡ് ആ ഷെഡ്യൂൾ എക്സാക്ട്ലി ഫോളോ ചെയ്യണമെന്നല്ല ഒരിക്കലും പറയുന്നത്. നിങ്ങൾക്കൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഓൾറെഡി ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഡെഫിനറ്റ്ലി ആ ഷെഡ്യൂൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓൾറെഡി ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാൻ കുറച്ച് ഷെഡ്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഷെഡ്യൂളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റഡി പ്ലാനിനെ നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യുക, മോൾഡ് ചെയ്തെടുക്കുക, ചേഞ്ച് ചെയ്തെടുക്കുക, എന്നിട്ട് അത് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ എങ്ങനെയായാലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആദ്യമേ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യും, ഞാൻ ഈ ആഴ്ച ഇത് കംപ്ലീറ്റ് ചെയ്യും, അടുത്ത ആഴ്ച ഇത് കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് കവർ ചെയ്ത് പോകാൻ നോക്കുക. അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ ആ ലോങ് ടേം ഗോൾ, നിങ്ങൾക്കറിയാം ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ക്ലിയർ SSC CGL in 2025, ഈ 2025 തന്നെ നടക്കുന്ന CGL എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ. ആൻഡ് 2026 നിങ്ങൾ ഈ ഒരു ഓഫീസർ ആവും, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അല്ലെങ്കിൽ പ്രിവെന്റീവ് ഓഫീസർ, കസ്റ്റംസ് ഓഫീസർ, ഇൻകം ടാക്സ് ഓഫീസർ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓഫീസർ ഇൻ 2026 ആയിട്ട് പോസ്റ്റിംഗ് വാങ്ങും എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു പോവുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ ഒരു മോട്ടിവേഷനിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. ബിക്കോസ് നിങ്ങൾക്കറിയാം ആ ഒരു മോട്ടിവേഷനിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആ ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ചേഞ്ചസ്, നിങ്ങളുടെ ലൈഫ് മാറും, നിങ്ങളുടെ ഫാമിലിയുടെ ലൈഫ് മാറും, നിങ്ങളുടെ ചുറ്റുള്ളവരുടെ ലൈഫ് മാറും, നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് മാറും, നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മാറും. എല്ലാത്തിലും ഒരു വളരെ വലിയൊരു ചേഞ്ച് ആയിരിക്കും വരാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം എഫോർട്ട് ഇന്നിടുക. 2026 നിങ്ങളുടെ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫ് തന്നെ മാറാൻ പോകുന്ന ഒരു ഇയർ ആയിരിക്കും അത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ആൻഡ് ഇപ്പം റീസെന്റ് പഠിച്ച് തുടങ്ങിയവർക്ക് വേണ്ടി, ഓക്കെ, ജസ്റ്റ് തുടങ്ങാൻ പോകുന്നവർ, കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ എന്നെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു കോഴ്സ്, ഒരു ബാച്ചിന്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനൊരു വളരെ ബെസ്റ്റ് ടൈമാണിത്. അപ്പോൾ എൻട്രിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയും അല്ലാത്തവർക്ക് വേണ്ടിയൊക്കെ തന്നെ ബാച്ചസ് ഉണ്ട്. അപ്പോൾ ആ ബാച്ചസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആണ് പോകുന്നത്. അവിടെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, ഡെയിലി ഷെഡ്യൂൾസ് ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്, മെന്റേഴ്സിന്റെ സപ്പോർട്ട്സ് കാണും, നിങ്ങളുടെ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ക്യൂസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. ഇത് കൂടാതെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത്, ഓക്കെ, ഇപ്പം ജസ്റ്റ് പാസ് ഔട്ട് ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടി ഒരു ലിമിറ്റഡ് ടൈം ഒരു ഓഫർ കൂടി എൻട്രി തരുന്നുണ്ട്. എന്താ ഓഫർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അത്യാവശ്യം ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ അത്യാവശ്യം ഫോക്കസ്ഡ് ആണെങ്കിൽ, ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ 85% ലൈവ് ക്ലാസ് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ അത്യാവശ്യം ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് അറ്റൻഡൻസ് ഉണ്ടായിരിക്കും. 85% ലൈവ് ക്ലാസ്സിൽ, റെക്കോർഡ് ക്ലാസ്സസ് കാണും, പക്ഷെ അത് കൂടെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് 85% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ, അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടാസ്കുകളുണ്ട്, ക്വിസ് കവർ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ 85% ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും പെർസെൻറ്റേജ് അറ്റൻഡൻസും ടാസ്ക് കംപ്ലീഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എന്ത് ചെയ്യും, ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് റിന്യൂ ചെയ്ത് തരും എന്നുള്ളതാണ്. ലൈക്ക് അത് എക്സ്പയർ ആവത്തില്ല.
നിങ്ങൾക്കറിയാം യൂഷ്വലി ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഒരു ടൈം, ഒരു വാലിഡിറ്റി ഉണ്ട്, ഒരു വർഷം, 6 മാസം അങ്ങനെയൊക്കെ ഒരു വാലിഡിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ വാലിഡിറ്റി തീരത്തില്ല. ആ വാലിഡിറ്റി തീർന്നാലും നിങ്ങൾക്കത് വീണ്ടും റിന്യൂ ചെയ്ത് തരും, നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എന്നുള്ളൊരു ഓഫർ ഉണ്ട്. അത് ലിമിറ്റഡ് ടൈം ഓഫർ ആണ് എന്നുള്ളത് മറന്നുപോലെ. സോ ഈ ഒരു ഓഫർ ഗ്രാബ് ചെയ്യുക, ഒരിക്കലും മിസ്സാക്കില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 8714764666. എന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ട് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർക്ക് കുറേ ഡൗട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ്, എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ആ ഒരു ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന്റെ ഓഫേഴ്സിലും ഈ ഓഫേഴ്സ് ഒക്കെ അറിഞ്ഞ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഐ ഹോപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി പഠിച്ച് തുടങ്ങിയവർക്കായാലും ശരി, ഇനി ഇപ്പം പഠിച്ചുകൊണ്ട് ഇരിക്കുന്നവരായാലും ശരി, ജസ്റ്റ് തുടങ്ങാൻ പോകുന്നവരായാലും ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഗോൾസ് എന്ന് പറയുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇതൊക്കെ ശരിയാക്കി എടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫഷൻ നല്ലപോലെ കൊണ്ടുപോകുക. 2026 നിങ്ങൾക്കൊരു SSC CGL നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ, ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എത്തിച്ചേരാൻ പറ്റട്ടെ, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറട്ടെ എന്നൊക്കെ ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഇവിടെ വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.